നിങ്ങളിപ്പോൾ ഈ നിമിഷം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യാതൊരു മാറ്റവുമില്ലാതെ ദിനോസറുകൾ ഭരിക്കുന്ന ഭൂമിയുടെ മറ്റൊരു പതിപ്പ് പ്രപഞ്ചത്തിൻ്റെ ഏതോ കോണിൽ എവിടെയോ നിലനിൽക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത് കേൾക്കുമ്പോൾ സയൻസ് ഫിക്ഷൻ സിനിമകളിലെ ടൈം ട്രാവൽ കഥകൾ പോലെ തോന്നാം. പഴയ കാലത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, കൃത്യം ഇപ്പോൾ ഈ നിമിഷത്തിൽ തന്നെ അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിലും ഇത് പക്കാ ഫിസിക്സാണ്. പ്രപഞ്ചത്തിലെ ഏറ്റവും സ്പീഡ് കൂടിയ കാര്യം പ്രകാശമാണ് എന്ന് നമുക്കറിയാം. പ്രകാശം ഒരു സെക്കൻഡിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ എന്ന സ്ഥിരമായിട്ടുള്ള വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ഒരു മുറിയുടെ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ നോക്കിയാൽ ഈ വേഗത ഇൻസ്റ്റൻ്റാണ്, തൽക്ഷണമാണ്. അതായത് സ്വിച്ച് ഇടുമ്പോൾ തന്നെ പെട്ടെന്ന് ലൈറ്റ് കത്തുന്നത് പോലെയാണ്. പ്രപഞ്ചം എന്ന് പറയുന്ന ചെറിയ മുറിയല്ലല്ലോ, നമുക്ക് ഇതുവരെ ബോർഡർ കണ്ടെത്താൻ കഴിയാത്ത വലിയൊരു സ്ഥലമാണത്. അതുകൊണ്ട് അവിടെ നിന്ന് ഏകദേശം 6.5 കോടി പ്രകാശവർഷങ്ങൾ അകലെയുള്ള ഒരു പൂർണ്ണ വളർച്ചയെത്തിയ ഒരു സിവിലൈസേഷനെ നമുക്ക് സങ്കല്പിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് രാത്രി അവിടുത്തെ ഒരു വാന നിരീക്ഷകൻ തൻ്റെ ആധുനിക ടെലസ്കോപ്പ് ഭൂമിക്ക് നേരെ തിരിക്കുമ്പോൾ അതിലേക്ക് എത്തുന്ന പ്രകാശം ഇന്ന് ഭൂമിയിൽ നിന്ന് പുറപ്പെട്ടതല്ല. അത് ഏകദേശം 6.5 കോടി വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഗ്രഹത്തിൽ നിന്ന് പുറപ്പെട്ട പ്രകാശമാണ്, അല്ലെങ്കിൽ സൂര്യൻ്റെ പ്രകാശം നമ്മുടെ ഗ്രഹത്തിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്തതാണ്. അതായത് അവിടെയുള്ള ഗവേഷകർ ഇപ്പോൾ നമ്മളെ അല്ല കാണുന്നത്, ബഹിരാകാശത്ത് കൂടി അത്രയും വർഷങ്ങളായി അവർക്ക് നേരെ ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പ്രകാശത്തിലൂടെ ദിനോസറുകൾ ജീവിച്ചിരുന്ന ഭൂമിയുടെ അവസാനത്തെ കാലഘട്ടമായിരിക്കാം അവിടെയുള്ള ഗവേഷകരുടെ കണ്ണിലെത്തുക. ഇത്രയും പ്രകാശം സഞ്ചരിക്കുമ്പോൾ അത് എല്ലാത്തിനെയും അതിജീവിച്ച് അങ്ങ് എത്തുന്നുണ്ടെങ്കിലാണ്. ഇതൊരു സങ്കല്പമാണ്. കറക്റ്റ് ഈ പ്രകാശം അങ്ങ് എത്തും എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ എത്തുകയാണെങ്കിൽ അവർക്ക് നമ്മുടെ ഗ്രഹത്തെക്കുറിച്ച് വിശദമായി പഠിക്കാൻ പറ്റും. നീല നിറത്തിലുള്ള സമുദ്രങ്ങൾ, പച്ചപ്പുള്ള വലിയ വൻകരകൾ, ജീവൻ അത്യാവശ്യമായിട്ടുള്ള ഓക്സിജൻ എന്നിവയെല്ലാം അവർക്ക് അവരുടെ ഗ്രഹത്തിലിരുന്ന് നമ്മുടെ ഗ്രഹത്തിലേക്ക് നോക്കി കണ്ടെത്താം. ഒടുവിൽ അവർ ഒരു നിഗമനം നോട്ട്ബുക്കിൽ എഴുതും: ഈ ലോകത്ത് ജീവൻ നിറഞ്ഞിരിക്കുന്നു, വലിയ ദിനോസറുകളും സസ്യങ്ങളും മൃഗങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ ഇവിടെ ഉണ്ടായിട്ടില്ല. ആ സയൻറ്റിസ്റ്റുകളുടെ നിഗമനം പൂർണ്ണമായിട്ടും തെറ്റാണെന്ന് നമുക്കറിയാം, കാരണം നമ്മളിവിടെ ഉണ്ടല്ലോ. പക്ഷെ അവരിലേക്ക് എത്തുന്ന പ്രകാശത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതുവരെ ജനിച്ചിട്ടില്ല എന്ന് മാത്രം. സോ ഇത് നമ്മൾ ഓർത്തു വയ്ക്കണം. കാരണം ഒന്നിലധികം തവണ ഈ ഒരു അന്യഗ്രഹത്തെക്കുറിച്ചും 6.5 കോടി പ്രകാശവർഷം അകലെയുള്ള ആ പ്രകാശത്തിൻ്റെ സഞ്ചാരപഥത്തെക്കുറിച്ച് നമ്മൾ പറയും. നമ്മുടെ പ്രപഞ്ചത്തിൽ ഫിസിക്സിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ദൂരം എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, അത് വെച്ച് നോക്കുമ്പോൾ പലർക്കും തെറ്റുപറ്റാം. വേറൊരു സിവിലൈസേഷന് ഭൂമിയെ നോക്കി തെറ്റിദ്ധരിക്കാമെങ്കിൽ നമ്മുടെ ഗ്രഹത്തിലേക്ക് നേരിട്ട് നോക്കിയിട്ട് ഇവിടെ ഒന്നുമില്ല എന്ന് അന്യഗ്രഹ ജീവികൾക്ക് പറയാൻ കഴിയുമെങ്കിൽ ഇതൊന്ന് തിരിച്ചാലോചിച്ച് നോക്കിയേ. പ്രപഞ്ചത്തിലുള്ള ബാക്കി എല്ലാ നാഗരികതകളും, അതായത് സിവിലൈസേഷൻസിനും നമ്മൾ നോക്കുന്ന സമയത്ത് അവരെ കാണാൻ കഴിയാത്തത് ഇതേ തെറ്റുകൊണ്ടാണെങ്കിലും ഇങ്ങനെ നമുക്ക് പറ്റാവുന്ന തെറ്റിന് ശാസ്ത്രലോകത്തിൽ ഒരു പേരിട്ടിട്ടുണ്ട്. അതാണ് ഫെർമി പാരഡോക്സ്. കഴിഞ്ഞ 70 വർഷങ്ങളായി അത് ലോകത്തിലെ ഏറ്റവും വലിയ ഫിസിക്സിനെ കുറിച്ച് പഠിക്കുന്നവരെ പോലും അമ്പരപ്പിക്കുന്ന, വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഞാനൊരു ഉറപ്പ് തരാം: ഈ വീഡിയോ അവസാനിക്കുമ്പോഴേക്കും നിങ്ങൾ രാത്രിയിലേക്ക് നോക്കുന്നത് പഴയതുപോലെ ആയിരിക്കില്ല. രാത്രിയിലെ ആകാശം നിങ്ങൾക്കിനി ഡിഫറൻ്റ് ആയിട്ട് തോന്നും. നമുക്കിതിനെ ഒരു പോലീസ് അന്വേഷണം പോലെ കാണാതായ ഒരു വ്യക്തിയെക്കുറിച്ചോ സംഭവത്തെക്കുറിച്ചോ അന്വേഷിക്കുന്ന കേസായിട്ട് തന്നെ കാണാം. മനുഷ്യ ചരിത്രത്തിൽ ഇതുവരെ ഫയൽ ചെയ്യപ്പെട്ടതിൽ വെച്ച് ഏറ്റവും വലിയ മിസ്സിംഗ് കേസാണ്. ഇതിൻ്റെ ഇരകൾ വേറെ ആരുമല്ല, നമ്മളൊഴിച്ച് പ്രപഞ്ചത്തിലുള്ള എല്ലാവരുമാണ്. ഈ പ്രപഞ്ചത്തിന് പുറത്തുണ്ടാകേണ്ടിയിരുന്ന, എന്നാൽ നമുക്കിതുവരെ കണ്ടെത്താൻ പറ്റാത്ത എല്ലാ സിവിലൈസേഷൻസും, അവർക്കെല്ലാവർക്കും യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്തുകയാണ് ഇന്ന് നമ്മുടെ ജോലി. ഏതൊരു നല്ല അന്വേഷണത്തെയും പോലെ വളരെ വ്യക്തമായിട്ടുള്ള ഒന്നാമത്തെ സംശയിക്കപ്പെടുന്ന ആളിൽ നിന്നാണ് നമ്മൾ നമ്മുടെ അന്വേഷണം ആരംഭിക്കുന്നത്. ആ സംശയമാണ് ഡിസ്റ്റൻസ് അഥവാ ദൂരം. കാരണം നമ്മൾ രാത്രി ബഹിരാകാശത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ വെറുതെ ദൂരത്തേക്കല്ല നോക്കുന്നത്, മറിച്ച് സമയത്തിന് പിന്നിലേക്കാണ് നോക്കുന്നത്. നമ്മുടെ സൂര്യനെ തന്നെ നോക്കിയേ, 8 മിനിറ്റ് മുൻപുള്ള സൂര്യനെയാണ് നമ്മൾ കാണുന്നത്. നമുക്ക് ഏറ്റവും അടുത്ത നക്ഷത്രമായിട്ടുള്ള പ്രോക്സിമ സെൻറ്റോറിയെ നോക്കിയാൽ ഏകദേശം 4 വർഷം മുമ്പുള്ള അതിൻ്റെ പ്രകാശമാണ് നമ്മുടെ കണ്ണിലെത്തി നമ്മളിപ്പോൾ അതിനെ പ്രസൻ്റായിട്ട് കാണുന്നത്. ഇനി നല്ല ഇരുട്ടുള്ള രാത്രിയിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട്, അതായത് നിലാവൊന്നും ഇല്ലാത്ത, ലൈറ്റ് പൊല്യൂഷനൊന്നും ഇല്ലാത്തൊരു രാത്രിയിൽ നമ്മൾ ആകാശത്തേക്ക് നോക്കിയാൽ ആൻഡ്രോമീഡ ഗാലക്സിയെ കാണാം. അവിടെ നിന്നുള്ളൊരു പ്രകാശരശ്മി അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ഒരു നക്ഷത്രം ശരാശരി 25 ലക്ഷം വർഷങ്ങൾ എടുത്തുകൊണ്ടാണ് നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നത്. നമ്മുടെ സ്വന്തം കണ്ണുകൾ കൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ ചരിത്രത്തെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതായിരിക്കാം ഒരു പക്ഷേ ഫെർമി പാരഡോക്സിൻ്റെ ഉത്തരം. ചിലപ്പോൾ പ്രപഞ്ചത്തിൽ ഏലിയൻസിനെ കൊണ്ടുള്ള സിവിലൈസേഷൻസ് നിറയെ ഉണ്ടാവാം. അവരുടെ പ്രകാശവും സിഗ്നലുകളും തെളിവുകളും എല്ലാം നമ്മളിലേക്ക് അതിവേഗം ഇഴഞ്ഞെത്തിക്കൊണ്ടിരിക്കുകയുമാവാം.
പക്ഷേ എവിടെയുള്ള അന്യഗ്രഹ ജീവികൾ ദിനോസറുകളുള്ള ഭൂമിയെ നോക്കിക്കാണുന്നത് പോലെ നമ്മളും അവരെ കാണാൻ വൈകുന്നതാണെങ്കിലോ, എല്ലാവരും നമ്മളിലേക്ക് എത്താൻ കഴിയാത്തത്ര അകലെയാണെങ്കിലോ, ആ ഒരു ആശ്വാസം നമ്മൾ അനുഭവിക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് ഉത്തരം. ദൂരമാണ് വില്ലൻ. കേസ് അന്വേഷിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കേസ് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ആ തോന്നൽ നമ്മൾ അങ്ങനെ നിലനിർത്തിക്കൊണ്ട് അന്വേഷണം പുരോഗമിപ്പിക്കണം. കാരണം ഇത് മാത്രമായിട്ട് പറയാൻ പറ്റില്ല. ഫിസിക്സ് അല്ല തെറ്റ്, ഫിസിക്സിൻ്റെ റിയാലിറ്റിയാണ്. ദൂരത്തിന് ഈ കേസിൽ വ്യക്തമായിട്ടുള്ള ഒരു ഒഴിവ് കഴിവ് അഥവാ അലിബിയുണ്ട്. കാരണം ഫെർമി പാരഡോക്സ് എന്ന് പറയുന്നത് ഒരിക്കലും പ്രപഞ്ചത്തിൻ്റെ അതിരുകളെക്കുറിച്ചുള്ളതായിരുന്നില്ല. ദൂരെയുള്ള മറ്റ് ഗാലക്സികൾ നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തിരിച്ചുവിടൽ മാത്രമാണ്. ഈ രഹസ്യം നിലനിൽക്കുന്നത് നമ്മുടെ അടുത്താണ്. നമ്മുടെ സ്വന്തം ഗാലക്സിയായ മിൽക്കി വേയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഗാലക്സിയില്ലേ, അവിടെ ദൂരമല്ല യഥാർത്ഥ വില്ലൻ എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ചെറിയൊരു കാൽക്കുലേഷൻ നടത്തണം. ഞാൻ ഉത്തരം നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുകയല്ല, മറിച്ച് ഞാനും നിങ്ങളും ചേർന്നത് കണ്ടെത്താൻ പോവുകയാണ്. കാരണം ഞാനിത് ആദ്യമായി മനസ്സിലാക്കിയപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായതൊരു ഭയവും അമ്പരപ്പവും ഒക്കെയാണ്. അത് നിങ്ങൾക്കും ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സോ ഈ കാണുന്നതാണ് മിൽക്കി വേ ഗാലക്സി, നമ്മുടെ ഗാലക്സി. ഇതിൽ 100 മുതൽ 400 ബില്യൺ വരെ നക്ഷത്രങ്ങളുണ്ടെന്ന് പറയാറുണ്ട്. അതായത് 100 കോടിയിലധികം നക്ഷത്രങ്ങളുണ്ടെന്ന് പറയാം. ഈ കൃത്യമായിട്ടുള്ള എണ്ണം നമുക്ക് അറിയില്ല, പക്ഷേ ഒരൊറ്റ സംഖ്യയിൽ മാത്രമായിട്ട് നമുക്കിത് പറയാൻ കഴിയില്ല. ഏകദേശം 1,00,000 പ്രകാശവർഷം വലിപ്പമുണ്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡ് തൊട്ട് റൈറ്റ് സൈഡ് വരെ. അതിനുള്ളിൽ ഒരുപാട് നക്ഷത്രങ്ങളുണ്ട്. അത്രത്തോളം തന്നെ പഴക്കമുണ്ട്. ഏകദേശം 1000 കോടിയിലധികം വർഷത്തെ പഴക്കമുണ്ട് മിൽക്കി വേക്ക്. ഇതിൽ ചില നക്ഷത്രങ്ങൾ പ്രപഞ്ചമുണ്ടായതിന് കൃത്യം അതിനുശേഷമുണ്ടായ ആദ്യകാല നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിച്ചുണ്ടായതാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഇനി ഒരു വസ്തുത കൂടിയുണ്ട്. നമ്മുടെ ഭൂമി താരതമ്യേന ചെറുപ്പമാണ്. നമ്മുടെ ഗ്രഹത്തിന് ഏകദേശം 450 കോടി വർഷത്തെ പഴക്കമേ ഉള്ളൂ. അതായത് മിൽക്കി വേ ഗാലക്സി ഉണ്ടായിട്ട് 600ഓളം കോടി വർഷം കഴിഞ്ഞാണ് നമ്മുടെ സൂര്യനും ഭൂമിയും ഒക്കെ ഉണ്ടായത്. സോ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ഉത്തരം പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സിൽ തന്നെ അതിനുള്ള ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ, ഒരേ ഒരു സിവിലൈസേഷൻ, നമുക്കതൊരു 1 കോടി വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായി എന്ന് സങ്കല്പിക്കാം. 1000 കോടി വർഷമൊന്നുമല്ല, 1 കോടി. ഗാലക്സിയുടെ ആയുസ്സുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അത് വളരെ ചെറിയൊരു എണ്ണം മാത്രമാണ്. അവർക്ക് ബഹിരാകാശ പര്യവേഷണം നടത്താനുള്ള കഴിവുണ്ട്, അതിന് തീരുമാനിക്കുന്നു. സിനിമകളിൽ കാണുന്ന പോലെ സയൻസ് ഫിക്ഷനിലുള്ള വാർപ്പ് ഡ്രൈവുകളൊന്നുമില്ല, മാജിക്കും ഇല്ല. ഫിസിക്സിൻ്റെ നിയമങ്ങളെ മറികടക്കുന്ന യാതൊരു പരിപാടിയില്ല. പകരം അവർ വളരെ പതുക്കെ സഞ്ചരിക്കുന്ന വലിയ സ്പേസ് ഷിപ്പ് ഉപയോഗിച്ച് തങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള നക്ഷത്രത്തിലേക്ക് ക്ഷമയോടെ യാത്ര ചെയ്യുന്നു. അങ്ങനെ യാത്ര ചെയ്താൽ അവർക്ക് എത്ര ദൂരം പോകാൻ പറ്റും? അതൊന്ന് വരച്ചു നോക്കിയാൽ വളരെ പതുക്കെ അടുത്തടുത്തുള്ള ഓരോ നക്ഷത്രത്തിലേക്ക് അവർ പോകുന്നു. അതിന് ചിലപ്പോൾ 100 കണക്കിന് വർഷമോ 1000 കണക്കിന് വർഷങ്ങളോ ഒക്കെ എടുത്തേക്കാം. അവരുടെ ആയുസ് നീട്ടിവെക്കാനുള്ള എന്തെങ്കിലും ടെക്നോളജിയോ അല്ലെങ്കിൽ അവർ ക്രയോ സ്ലീപ്പിലോ ഒക്കെ ആയിട്ടാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെ അവർ അടുത്ത നക്ഷത്രത്തിലേക്ക് എത്തുന്നു. അവിടെ നല്ലൊരു ഗ്രഹം കണ്ടെത്തി ബേസ് ഉണ്ടാക്കി സ്ഥിരതാമസമാക്കുന്നു. അവിടെ ഒരു കോളനി വളർത്തിയെടുക്കുന്നു. ഒടുവിൽ തലമുറകൾക്ക് ശേഷം അവർ സ്വന്തമായി പുതിയ സ്പേസ് ഷിപ്പുകൾ നിർമ്മിച്ച് അവിടെ നിന്ന് അടുത്ത നക്ഷത്രത്തിലേക്ക് യാത്ര തിരിക്കുന്നു. അതായത് ഒരു കോളനി, പിന്നെ ആ കോളനി മറ്റൊന്നിന് തുടക്കമിടുന്നു, പിന്നെ മറ്റൊന്ന്, അങ്ങനെ മറ്റൊന്ന്. അവരുടെ ഓരോ ചുവടും വളരെ ചെറുതാണ്, വളരെ പതുക്കെയുമാണ്. എന്നാൽ ഓരോ പുതിയ കോളനിയും അടുത്ത ഒന്നിലേക്കുള്ള തുടക്കമായിട്ടാണ് മാറുന്നത്. സോ ഇങ്ങനെ ഒന്ന് ഇമേജിൻ ചെയ്യുക. ഒരു പെട്രി ഡിഷിൽ ബാക്ടീരിയകൾ പെരുകി നിറയുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇതാ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു അനിമേഷൻ ഫോം എന്ന് പറയുന്നത്. ഒരെണ്ണം ഒറ്റയ്ക്ക് വേഗത്തിൽ സഞ്ചരിക്കുന്നില്ല, എന്നാൽ ഒന്നിൽ നിന്ന് പുതിയത് രൂപപ്പെടുമ്പോൾ അതിൻ്റെ അതിർത്തികൾ ഇങ്ങനെ നീണ്ടു പോകും. അതായത് പുറം വശത്തേക്ക് പുതിയ തലമുറ ഉണ്ടാകുമ്പോൾ വളർന്നുകൊണ്ടേയിരിക്കും. 1ൽ നിന്ന് 2ആയി, 2ൽ നിന്ന് 4ആയി, അങ്ങനെ അതിർത്തി മറികടന്ന് അതിങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കും. ആ ഗാലക്സി മാപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ കോളനൈസേഷൻ്റെ വേവും അത്രത്തോളം ഫാസ്റ്റായിട്ടാണ് പോകുന്നത് എന്ന് കാണാം, എക്സ്പാൻഷൻ കാണാം. ഇതിനായിട്ട് വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതിനർത്ഥം വെറും 1 കോടി വർഷങ്ങൾ കൊണ്ട് മാത്രം വളരെ പതുക്കെ സഞ്ചരിക്കുന്ന ഒരു സിവിലൈസേഷന് നമ്മുടെ ഗാലക്സി മുഴുവൻ കടന്നു പോകാനുള്ള കഴിവുണ്ടാകും. അതിങ്ങനെ പല വഴിക്ക് പോയി പല ഗ്രഹങ്ങൾ കോളനിയാക്കിയാണ് പ്രപഞ്ചത്തെ കീഴടക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ വളരെ കുറച്ച് സമയം മാത്രം മതി. ഗാലക്സി മുഴുവൻ കീഴടക്കും. അതിലെ എല്ലാ നക്ഷത്രങ്ങളിലേക്കും അവർക്ക് എത്താൻ പറ്റും, നമ്മുടെ സൂര്യൻ ഉൾപ്പെടെ. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കൃത്യമായിട്ടുള്ള സ്ഥലത്ത് വരെ അവർക്ക് വേണമെങ്കിൽ എത്താം. 1 കോടി വർഷം എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സിനെ സംബന്ധിച്ച് ഒന്നുമല്ല. ഗാലക്സിക്ക് അതിനേക്കാൾ 1000 മടങ്ങിലധികം പഴക്കമുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് ഒരൊറ്റ സിവിലൈസേഷന് നമ്മളെക്കാൾ അല്പം കുറച്ച് മുൻപേ യാത്ര ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഇൻ്റർസ്റ്റെല്ലാർ ട്രാവൽ ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അവർക്ക് ഈ ഗാലക്സിയിലെ എല്ലായിടത്തും എത്താൻ ആവശ്യത്തിലധികം സമയമുണ്ടാകും.
ആകാശം മുഴുവൻ അവരുടെ സാന്നിധ്യം കൊണ്ട് നിറയും. ഇതിനോടകം തന്നെ അവർ നമ്മുടെ ഗ്രഹത്തിലേക്ക് എത്തിച്ചേരും. അതായത് ഗാലക്സി ഭയങ്കര തിരക്കുള്ളതായിരിക്കും, വലിയ കോളനികൾ നിറയും, ആകാശത്ത് നമുക്ക് വ്യക്തമായി രാത്രിയിൽ അവരുടെ സ്പേസ് ഷിപ്പ് പോകുന്നത് കാണാൻ പറ്റും. പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ അല്ലാത്തത്? നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഭൂമിയിലല്ലാതെ വേറെങ്ങും ഒന്നും കാണാത്തത്? സിഗ്നലുകളില്ല, സ്പേസ് ഷിപ്പുകളില്ല, ഏലിയൻസിൻ്റെ ഒരു ചെറിയ തെളിവ് പോലുമില്ല, വെറും സൈലൻസ്. അപ്പോൾ അത് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? വളരെ ഡീപ്പായിട്ട് ഈ വീഡിയോ കണ്ടവർക്ക് വയറ്റിലിപ്പോൾ ഒരു ചെറിയ ഭയം ഉണ്ടായിട്ടില്ലേ? ഇവിടെ വലിയൊരു രഹസ്യമുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നതല്ല. അത് നിങ്ങൾ സ്വയം നിങ്ങളുടെ ഉള്ളിൽ കണ്ടെത്തേണ്ടതാണ്, ഫീൽ ചെയ്യേണ്ടതാണ്. 1950 ഒരു ഉച്ചഭക്ഷണ മേശയിലിരുന്ന് ലോക പ്രശസ്തനായിട്ടുള്ളൊരു ഫിസിസിസ്റ്റിനുണ്ടായ അതേ തോന്നൽ തന്നെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ലോസ് അലമോസിലെ ഒരു സാധാരണ ഉച്ചഭക്ഷണ സമയം. എൻറിക്കോ ഫെർമി ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം ഫിസിസിസ്റ്റുകൾ ഉച്ചഭക്ഷണത്തിന് നടന്നു പോകുമ്പോൾ അക്കാലത്ത് പത്രങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന UFO റിപ്പോർട്ടുകളെക്കുറിച്ച് തമാശയായിട്ട് എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ സംസാരം പല വിഷയങ്ങളിലേക്ക് തെന്നിമാറി. എന്നിട്ട് ആഹാരത്തിനിടയിൽ എൻറിക്കോ ഫെർമി ചോദിച്ചു, വേർ ഈസ് എവരിബഡി? എല്ലാവരും എവിടെ പോയി? ഞാൻ നിങ്ങളോട് വളരെ സത്യസന്ധമായിട്ട് പറയാം, നമ്മൾ വെറുതെ ഡ്രാമ കളിക്കുകയല്ല. ആ ഒരു സമയത്ത് ആ ചർച്ചയിൽ പങ്കെടുത്തവരിൽ എഡ്വേർഡ് ടെല്ലർ, ഹെർബർട്ട് യോർക്ക്, എമിൽ കോനോപിൻസ്കി എന്നിവരൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൻ്റെ കൃത്യമായിട്ടുള്ള വാചകം വർഷങ്ങൾക്ക് ശേഷം മറ്റുള്ളവർ ഓർത്തെടുത്തതാണ് ഞാൻ ഈ പറഞ്ഞ എല്ലാവരും എവിടെ പോയി എന്നുള്ളത്. എന്നാൽ അതിന് പിന്നിലെ ആ ചിന്ത മിന്നൽ പോലെയാണ്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മളിപ്പോൾ ഇവിടെ ചെയ്ത അതേ കാൽക്കുലേഷൻ ഫെർമിയും തൻ്റെ തലച്ചോറിൽ ആ സമയത്ത് ചെയ്തിരിക്കാം. ഗാലക്സിക്ക് പഴക്കമുണ്ട്, അതത്ര വലുതല്ല, യാത്ര പതുക്കെയാണെങ്കിലും സാധ്യമാണ്, അതിനാൽ അവിടെ ജീവൻ നിറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അവരെ കണ്ടെത്തേണ്ടതാണ്. പക്ഷേ നമ്മൾ കാണുന്നില്ല. എല്ലാവരും ചിരിച്ചു, പക്ഷേ അതിനുള്ള ആൻസർ ആരുടെയും കയ്യിലുണ്ടായിരുന്നില്ല. നിങ്ങളെ യഥാർത്ഥത്തിൽ അസ്വസ്ഥരാക്കേണ്ട ഭാഗം ഇതാണ്. 70 വർഷങ്ങൾക്ക് ശേഷവും നമ്മുടെ കൈവശം എല്ലാ അത്യാധുനിക ടെലസ്കോപ്പും സാറ്റലൈറ്റും പുതിയ ഫിസിക്സ് നിയമങ്ങളും AI-യും എല്ലാം ഉണ്ടായിരുന്നിട്ടും നമുക്കിപ്പോഴും ഇതിന് ഉത്തരവില്ല. ആ ഒരു ലളിതമായിട്ടുള്ള ചോദ്യം ശാസ്ത്രത്തിലെ ഏറ്റവും ഡീപ്പായിട്ടുള്ള ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളിലൊന്നായി നിലനിൽക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ സംശയിക്കപ്പെടുന്ന ആളായ ദൂരത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഒഴിവ് കഴിവുണ്ട്. ഈ നിശബ്ദതയെ വിശദീകരിക്കാൻ ഗാലക്സി വളരെ ചെറുതും വളരെ പഴക്കമുള്ളതുമാണ് എന്ന് പറയാം. അതുകൊണ്ട് ആ പേര് നമുക്ക് തൽക്കാലം ലിസ്റ്റിൽ നിന്ന് മാറ്റിവെക്കാം. അതിനർത്ഥം ആരെയോ അല്ലെങ്കിൽ എന്തിനെയോ നമ്മളിപ്പോഴും കാണുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ചോദ്യം ചെയ്യാൻ ഇനിയും വേറെ ആളുകളുണ്ട്. നമ്മൾ ആരെയെങ്കിലും വെറുതെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ അവിടെ ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിച്ചാലോ? അന്യഗ്രഹ ജീവികൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഊഹം അല്ലെങ്കിൽ നമ്മുടെ അന്വേഷണം, കേസന്വേഷണം. പക്ഷേ അവർ ഉണ്ടാകണമെന്നുണ്ടോ? നമ്മൾ വെറുതെ ഊഹിക്കാതെ കൃത്യമായി എണ്ണി നോക്കിയാലോ? നമ്മുടെ ഗാലക്സിയിൽ ഏകദേശം 100 മുതൽ 400 ബില്യൺ നക്ഷത്രങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ പുറത്ത് കോടിക്കണക്കിന് ഗാലക്സികൾ വേറെയും ഉണ്ട്. ഇനി ഗ്രഹങ്ങളെ എടുത്താലോ? മറ്റ് നക്ഷത്രങ്ങൾക്ക് ഗ്രഹങ്ങൾ ഉണ്ടാകുമോ എന്ന് പോലും വളരെ കാലം മുമ്പ് വരെ നമുക്കറിയില്ല. എന്നാൽ ഇപ്പോൾ അറിയാം. 90കൾക്ക് ശേഷം നമ്മൾ ആയിരക്കണക്കിന് പുതിയ എക്സോ പ്ലാനറ്റുകളെ കണ്ടെത്തി. ഗ്രഹങ്ങൾ എന്നത് ഈ പ്രപഞ്ചത്തിൽ സർവ്വസാധാരണമാണെന്ന് ആ ഡാറ്റ വ്യക്തമാക്കുന്നു. അവയിൽ വലിയൊരു ശതമാനവും ദ്രാവക രൂപത്തിൽ ജലം നിലനിൽക്കാൻ സാധ്യതയുള്ള കൃത്യമായ ദൂരത്തിൽ, അതായത് ഹാബിറ്റബിൾ സോണിലാണ് ഉള്ളത്. 1961 ഫ്രാങ്ക് ഡ്രേക്ക് എന്ന വാന നിരീക്ഷകൻ ഇതിനെ ഒരു സംഖ്യയാക്കി മാറ്റാൻ ശ്രമിച്ചു. ഇതിനെയാണ് ഡ്രേക്ക് ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ഇരിക്കും ആ ഇക്വേഷൻ. ഇതൊരു മാന്ത്രിക വിദ്യയൊന്നുമല്ല. മാന്ത്രിക വിദ്യയേക്കാൾ വളരെ സത്യസന്ധമാണ്. ശരിയായി നടക്കേണ്ട എല്ലാ കാര്യങ്ങളെയും ഇത് മാത്തമാറ്റിക്കലി കൂട്ടിച്ചേർക്കുന്നു. എത്ര നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നു, അവയിൽ എത്ര എണ്ണത്തിന് ഗ്രഹങ്ങളുണ്ട്, അവയിൽ എത്ര എണ്ണത്തിൽ ജീവൻ നിലനിൽക്കാൻ സാധ്യതയുണ്ട്, എത്ര തവണ ജീവൻ യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നു, അത് എത്ര തവണ ബുദ്ധിശക്തി കൈവരിക്കുന്നു, ആ ബുദ്ധിശക്തി എത്ര തവണ മെസ്സേജസ് അയക്കാനുള്ള ശേഷിയുള്ളതായി മാറും, അതെത്ര കാലം നിലനിൽക്കും. മിക്ക ആളുകൾക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഇതാണ്. ഈ സമവാക്യത്തിൽ ഒരൊറ്റ ഉത്തരമായിട്ട് നമുക്ക് കിട്ടില്ല, അതിന് കഴിയില്ല. കാരണം ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് വ്യക്തമായിട്ട് അറിയൂ. ബാക്കിയുള്ളവ, അതായത് എത്ര തവണ ജീവൻ ആരംഭിക്കുന്നു, എത്ര തവണ ബുദ്ധിശക്തി ഉണ്ടാകുന്നു, സിവിലൈസേഷൻസ് എത്ര കാലം നിലനിൽക്കുന്നു എന്നതെല്ലാം നമ്മുടെ അറിവിനകത്തുള്ള ഊഹം മാത്രമാണ്. സോ വളരെ ഒപ്റ്റിമിസ്റ്റായിട്ട് വിശ്വാസത്തോടെ ഊഹിച്ചാൽ ആ ആയിരക്കണക്കിന് നാഗരികതകൾ ഗാലക്സിയിൽ ഇതിനോടകം തന്നെ നിറഞ്ഞിട്ടുണ്ടായിരിക്കും. എന്നാൽ നമ്മൾ ഒപ്റ്റിമിസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ടും ഒറ്റയ്ക്കാണ് എന്ന് കാണാം. അതായത് ഒന്നുകിൽ നമ്മുടെ ചുറ്റും ഒരുപാട് ഏലിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആരുമില്ല. ഇത് രണ്ടും ഭയപ്പെടുത്തുന്നതാണ്. അത് ഈ പരാജയത്തിൻ്റെ സമവാക്യമല്ല. ഒരു ഇൻവെസ്റ്റിഗേറ്ററെ പോലെ നമ്മൾ ഇതുവരെ ചോദ്യം ചെയ്യാത്ത, സംശയിക്കപ്പെടുന്നവർ ആരാണെന്ന് അത് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ നമുക്കവരെ ഒന്നൊന്നായിട്ട് ചോദ്യം ചെയ്യാം. രണ്ടാമത്തെ സംശയം ഇതാണ്. ഒരുപക്ഷെ ആവശ്യത്തിന് ഗ്രഹങ്ങൾ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. ജീവന് നിലനിൽക്കാൻ അപൂർവമായിട്ടുള്ള ഒരിടം ആവശ്യമാണ്. എന്നാൽ നമ്മൾ അതിനുള്ള തെളിവ് കണ്ടു കഴിഞ്ഞു. സ്ഥിരീകരിക്കപ്പെട്ട ആയിരക്കണക്കിന് ലോകങ്ങളുണ്ട്.
പ്രപഞ്ചത്തിൻ്റെ എല്ലായിടത്തും ഗ്രഹങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ ആ വാചകം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ആ സംശയത്തിനും കൃത്യമായിട്ടുള്ള ഒഴിവുകഴിവുണ്ട്. അല്ലെങ്കിൽ അതിനൊരു എക്സ്ക്യൂസ് ഉണ്ട്. ആവശ്യത്തിന് ഗ്രഹങ്ങളില്ലേ എന്ന് ചോദിച്ചാൽ അല്ല, നക്ഷത്രങ്ങളെക്കാൾ കൂടുതൽ ഗ്രഹങ്ങളുണ്ട് നമ്മുടെ പ്രപഞ്ചത്തിൽ. അതുകൊണ്ട് അതും നമുക്ക് മാറ്റിവെക്കാം. അപ്പോൾ വേദി ഒരുങ്ങിയിട്ടും ആരും പരിപാടി അവതരിപ്പിക്കുന്നില്ലെങ്കിൽ ഒരുപക്ഷെ കുഴപ്പം ആക്ടേഴ്സിനായിരിക്കാം. അതായത് ജീവൻ തന്നെ വളരെ റെയറായിട്ട് മാത്രം ആരംഭിക്കുന്ന ഒന്നാണെങ്കിലോ? അതാണ് കേസന്വേഷണത്തിലെ നമ്മുടെ മൂന്നാമത്തെ സംശയം. വളരെ റെയറായിട്ടുള്ള ജീവൻ. 400 കോടി വർഷങ്ങൾക്ക് മുൻപുള്ള ആ ഒരു ആദ്യകാല ഭൂമിയിലേക്ക് പോയി കഴിഞ്ഞാൽ സമുദ്രങ്ങൾ, പൊട്ടിത്തെറിക്കുന്ന അഗ്നിപർവ്വതങ്ങൾ, വളരെയധികം മിന്നൽ, പലതരം കെമിക്കൽസ്, ഭീകരമായിട്ടുള്ള അരാജകത്വത്തിൽ എവിടെയോ വെച്ച് ജീവനില്ലാത്ത തന്മാത്രകൾ അത്ഭുതകരമായിട്ട് ആദ്യത്തെ ജീവനായി മാറി. ശാസ്ത്രജ്ഞർ ഇതിനെ ബയോജനസിസ് എന്നാണ് വിളിക്കുന്നത്. അതായത് ജീവനില്ലാത്തതിൽ നിന്നും ജീവൻ ഉണ്ടാകുന്ന പ്രോസസ്സ്. സത്യം പറഞ്ഞാൽ അത് കൃത്യമായി എങ്ങനെ സംഭവിച്ചു എന്ന് നമുക്കിപ്പോഴും അറിയില്ല. നമുക്ക് പ്രധാനപ്പെട്ട പല ആശയങ്ങളുമുണ്ട്. സ്വയം റെപ്ലിക്കേറ്റ് ചെയ്യുന്ന തന്മാത്രകൾ, ആദ്യം വന്ന RNA വേൾഡ് തിയറി, കെമിക്കൽസിന് കാരണമായ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലെ ഹൈഡ്രോ തെർമൽ വെൻറ്റുകൾ, അങ്ങനെ പലതും. ഇതിനെക്കുറിച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ ഒരു തംബ്നെയിലിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഭൂമിയും സോളാർ സിസ്റ്റവും എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ചും ജീവൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ചുമുള്ള 2 വീഡിയോസും നിങ്ങൾ കണ്ടിരിക്കേണ്ടത്. ഈ വീഡിയോ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ അത്യാവശ്യമാണ്. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും ലൂക്ക എന്നൊരു പൊതു പൂർവികനിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ ജീവനില്ലാത്ത രാസവസ്തുക്കളിൽ നിന്ന് എങ്ങനെ ഈ ജീവനിലേക്ക് എത്തി എന്നത് ഇപ്പോഴും സയൻസിന് ഉത്തരം കിട്ടാത്ത ഏറ്റവും വലിയ ചോദ്യങ്ങളിലൊന്നാണ്. ആരും അത് കൃത്യമായിട്ട് കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് അതായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ വില്ലൻ. ഒരുപക്ഷെ ജീവൻ എന്ന് പറയുന്നത് വലിയ അത്ഭുതമായിരിക്കാം. ലോട്ടറി അടിച്ച ഒരേ ഒരു ടിക്കറ്റ് നമ്മുടെ ഭൂമിയായിരിക്കാം. അത്രയേ ഉള്ളൂ ജീവൻ. ജീവൻ വളരെ അപൂർവമാണ്. രഹസ്യം ചുരുളഴിഞ്ഞു എന്ന് നിങ്ങൾക്കിപ്പോൾ തോന്നും. ഒന്ന് നിന്നേ, നമ്മുടെ ഭൂമിയുടെ ടൈം ലൈനിലേക്ക് ഒന്ന് നോക്കിയേ. 450 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമി ഉണ്ടായത്. എന്നാൽ ജീവൻ്റെ ആദ്യത്തെ തെളിവുകളോ ഏകദേശം 350 മുതൽ 380 കോടി വർഷങ്ങൾക്ക് മുമ്പ് വരെയാണ്. ചില വാദങ്ങൾ അതിനു മുൻപാണെന്ന് പറയുന്നുണ്ട്. ആ ആദ്യകാല തീയതികൾ ശാസ്ത്രലോകത്ത് തർക്ക വിഷയമാണ്. എന്നാൽ ആ പാറ്റേൺ നോക്കിയേ. ഭൂമി തണുത്ത് വാസയോഗ്യമായ ഉടനെ തന്നെ ജീവനുണ്ടായി. അത് 100 കണക്കിന് വർഷങ്ങൾ കാത്തിരുന്നില്ല. അത് വളരെ വേഗത്തിൽ തന്നെ സംഭവിച്ചു. സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ തന്നെ ജീവൻ പ്രത്യക്ഷപ്പെടുന്നുവെങ്കിൽ ജീവൻ എന്നത് അത്ര അപൂർവമായൊരു കാര്യമായിരിക്കില്ല. ഒരുപക്ഷെ പ്രപഞ്ചം മുഴുവൻ ഇതുപോലെ ജീവൻ നിറഞ്ഞിട്ടുണ്ടായിരിക്കണം. അപ്പോൾ മൂന്നാമത്തെ സംശയത്തിനും ഒരു ഒഴിവ് കഴിവുണ്ട്, മീൻസ് എക്സ്ക്യൂസ് ഉണ്ട്. അപൂർവമായ ജീവൻ ആയിരിക്കില്ല. വീണ്ടും നമുക്ക് അടിതെറ്റി. എന്നാൽ ഇവിടെ ഒരു വിഷയമുണ്ട്. ആ ഒരു എക്സ്ക്യൂസിൽ ചെറിയൊരു കെണിയുണ്ട്. നമുക്ക് ആകെ പരിശോധിക്കാൻ ഭൂമി എന്ന് പറയുന്ന ഉദാഹരണം മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ ഗ്രഹം, ജീവൻ്റെ ഒറ്റ ഉത്ഭവം. ഒരു നാണയം ടോസ് ചെയ്യുമ്പോൾ ഹെഡ് കിട്ടിയാൽ ആ നാണയം എപ്പോഴും അങ്ങനെ തന്നെ വീഴുമോ എന്ന് നമുക്ക് പറയാനാവില്ല. ഭൂമിയും അതുപോലെ ഒറ്റ ടോസാണ്. അതിനാൽ തന്നെ അപൂർവമായ ജീവൻ എന്ന ഈ വാദത്തെ നമുക്ക് പൂർണ്ണമായിട്ടും കുറ്റവാളിയാക്കാനോ അല്ലെങ്കിൽ വെറുതെ വിടാനോ പറ്റില്ല. ഇതിനെ നമുക്ക് അവിടെ തന്നെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിർത്താം, എന്നിട്ട് മുന്നോട്ട് പോകാം. കാരണം ജീവൻ സർവ്വസാധാരണമാണെങ്കിൽ വില്ലൻ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ താഴെയാണ്. ഒരുപക്ഷെ ജീവൻ പ്രപഞ്ചത്തിൻ്റെ എല്ലായിടത്തും ഉണ്ടാകാം. എന്നാൽ അതിൽ നിന്നും ബുദ്ധിശക്തി ഉണ്ടാകുന്നത് ചിലപ്പോൾ റെയർ ആയിരിക്കും. ഇതാണ് നാലാമത്തെ സംശയം, റെയർ ഇൻ്റലിജൻസ്. ഇതിന് യഥാർത്ഥ തെളിവുകളുണ്ട്. കാരണം പരിണാമം ഒരിക്കലും ബുദ്ധിശക്തിയെ ലക്ഷ്യം വയ്ക്കുന്നില്ല. ഞാനത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാം. ബയോളജിയിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ആശയങ്ങളിൽ ഒന്നാണിത്. എവല്യൂഷൻ ഒരു ലക്ഷ്യമില്ല. അത് കൂടുതൽ ബുദ്ധിയുള്ളവരിലേക്ക് പടിപടിയായി കയറിപ്പോവുകയല്ല. പ്രകൃതിയിൽ നിലനിൽക്കാനും പ്രത്യുൽപാദനം നടത്താനും സഹായിക്കുന്ന എന്തിനേയും അത് സപ്പോർട്ട് ചെയ്യും. ബുദ്ധി വേണമെന്നില്ല. ദിനോസറുകളെ നോക്കൂ. ഏകദേശം 160 ദശലക്ഷം വർഷങ്ങളാണ് അവർ ഈ ഭൂമി അടക്കി വാണത്. അതായത് 16 കോടി വർഷം. സസ്തനികളേക്കാൾ വളരെ കൂടുതൽ കാലം അവരുടെ ജീവിച്ചിരുന്നു. മനുഷ്യനെ പോലെയുള്ള പ്രൈമേറ്റുകൾ നിലനിന്നതിനേക്കാൾ എത്രയോ കൂടുതൽ കാലം. നമ്മളിവിടെ 2 ലക്ഷം വർഷം ആയിട്ടുള്ളൂ എത്തിയിട്ട്. ആ വലിയ വിജയത്തിനിടയിൽ ദിനോസർ ഒരൊറ്റ ടെലസ്കോപ്പ് പോലും ഉണ്ടാക്കിയില്ല. ഒരൊറ്റ റേഡിയോ സിഗ്നലും അയച്ചില്ല. കാരണം അതിജീവനവും ബുദ്ധിശക്തിയും ഒന്നല്ല. അപ്പോൾ അതായിരിക്കാം ഉത്തരം. ബുദ്ധിശക്തി ഒരു അത്ഭുതമാണ്. സോ കേസ് ക്ലോസ്ഡ്. വെയിറ്റ്. കടലിലെ നീരാളികളെ നോക്കൂ. ഏകദേശം 50 കോടി വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു സിമ്പിൾ ജീവിയായിരുന്നു അവരുമായിട്ടുള്ള നമ്മുടെ പൊതുപൂർവികൻ. എന്നിട്ടും അവയ്ക്ക് അതിശയകരമായിട്ടുള്ള ബുദ്ധിശക്തിയുണ്ട്. തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു എവല്യൂഷണറി ബ്രാഞ്ചിൽ നിന്നാണ് അവർക്കത് കിട്ടിയത്. കാക്കകളും റോവനുകളും ഉപകരണങ്ങൾ ഉണ്ടാക്കുകയും കോംപ്ലക്സ് ആയിട്ടുള്ള പസിലുകൾ സോൾവ് ചെയ്യുകയും ചെയ്യുന്നു. ഡോൾഫിനുകൾക്കും തിമിംഗലങ്ങൾക്കും സ്വന്തമായിട്ടുള്ള ഭാഷയും സങ്കീർണമായിട്ടുള്ള സാമൂഹിക ബുദ്ധിയുമുണ്ട്. ആനകൾ, വലിയ കുരങ്ങുകൾ, അങ്ങനെ പലതിനുമുണ്ട് ബുദ്ധി. ജീവശാസ്ത്രജ്ഞർ ഇതിനെ കൺവെർജൻ്റ് എവല്യൂഷൻ എന്ന് വിളിക്കും. പ്രകൃതി തികച്ചും വ്യത്യസ്തമായ വഴികളിലൂടെ നടന്ന് ഒടുവിൽ ഇൻ്റലിജൻസ് എന്ന ഒരേ മുറിയിൽ എത്തിയതുപോലെയാണ് അവ. അപ്പോൾ ബുദ്ധിശക്തി എന്ന് പറയുന്നത് ഒറ്റത്തവണ സംഭവിക്കുന്ന ഒരു മാജിക് അല്ല. കോടിക്കണക്കിന് വർഷങ്ങൾക്കപ്പുറം വേർപിരിഞ്ഞ ശാഖകളിൽ നിന്ന് പോലും അത് പ്രകൃതിയിൽ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നുണ്ട്. ദാറ്റ് മീൻസ്
നാലാമത്തെ സംശയത്തിനും ഒരു എക്സ്ക്യൂസ് ഉണ്ട് എന്നാണ്. അപൂർവമായ ബുദ്ധിശക്തി എന്ന് പറയുന്ന വാദം തെറ്റാണ്. പ്രകൃതി അത് പല ജീവികളിൽ വീണ്ടും വീണ്ടും സൃഷ്ടിക്കുന്നുണ്ട്. മനുഷ്യനില്ലായിരുന്നുവെങ്കിൽ, മനുഷ്യൻ്റെ ആധിപത്യം ഇല്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ വികസിച്ച് മനുഷ്യനെ പോലെയുള്ള ബുദ്ധിയുള്ള ജീവികൾ മറ്റുള്ളവയിൽ നിന്ന് പരിണമിച്ച് വന്നേനെ. നമ്മൾ ആൾറെഡി ഇവിടെ കോൺകർ ചെയ്യുന്നത് കൊണ്ടായിരിക്കും ചില ജീവികൾക്ക് അതിൻ്റെ ആധിപത്യം പൂർണ്ണമായും കാണിക്കാൻ പറ്റാത്തത്. സോ ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നു, ദൂരത്തെ ചോദ്യം ചെയ്തു, ഗ്രഹങ്ങളുടെ എണ്ണത്തെ ചോദ്യം ചെയ്തു, ജീവൻ അപൂർവമാണോ എന്ന് നോക്കി, ബുദ്ധിശക്തി അപൂർവമാണോ എന്ന് നോക്കി. ഇതൊക്കെ നമുക്ക് മാറ്റി നിർത്താം, സംശയങ്ങളുടെ നിഴലിൽ നമുക്ക് മാറ്റി നിർത്താം. ഈ പ്രപഞ്ചത്തിൽ ജീവനില്ലാത്തതിന് കാരണം എന്താണെന്ന് ഇപ്പോഴും നമ്മൾ കണ്ടെത്തിയിട്ടില്ല. ഗാലക്സി ഇപ്പോഴും സൈലൻ്റ് ആണ്. ബുദ്ധിശക്തി വീണ്ടും വീണ്ടും ഉണ്ടാകുന്നുവെങ്കിൽ 400 കോടി വർഷങ്ങൾക്കിടയിൽ എന്തുകൊണ്ട് ടെക്നോളജിയുള്ളൊരു സിവിലൈസേഷൻ ഒറ്റ തവണ മാത്രം ഉണ്ടായി? നമ്മൾ മാത്രം, ഇപ്പോൾ മാത്രം. ഒന്നുകിൽ ആ അവസാനത്തെ പടി നമ്മൾ കാണുന്നതിനേക്കാൾ വളരെ കോംപ്ലക്സ് ആണ്, അല്ലെങ്കിൽ എന്തോ ഒന്ന് അതിനെ തടയുന്നുണ്ട്, എല്ലാവരെയും പിടികൂടുന്ന എന്തോ ഒന്ന്. ആ ചിന്തയാണ് യഥാർത്ഥത്തിൽ ഈ കേസിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം. കഴിഞ്ഞ കുറേ മിനിറ്റുകളായി നമ്മൾ ഓരോ സംശയങ്ങളെയും ഒഴിവാക്കുകയായിരുന്നു. ദൂരം, ഗ്രഹങ്ങൾ, ജീവൻ, ബുദ്ധി. എല്ലാവരും ആദ്യം ജീവൻ പ്രപഞ്ചത്തിൽ നിറയാത്തതിന് കുറ്റക്കാരനാണെന്ന് നമ്മൾ തോന്നി. എന്നാൽ എല്ലാവരും സ്വതന്ത്രരാണ്, അവർക്കൊക്കെ എക്സ്ക്യൂസുകളുണ്ട്. സോ അതൊന്നും അല്ല പ്രപഞ്ചം മുഴുവൻ ജീവികൾ ഉണ്ടാവാത്തതും ബുദ്ധി ഉണ്ടാവാത്തതും. എല്ലാ സൂചനകളും നമുക്ക് കിട്ടാതെ വരുമ്പോൾ ഒരു പെർഫെക്റ്റ് ഇൻവെസ്റ്റിഗേറ്റർ എല്ലാ തെളിവുകളും ഒരുപോലെ യോജിക്കുന്ന ഒരു സിംഗിൾ എക്സ്പ്ലനേഷന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ആരംഭിക്കും. അങ്ങനെയൊന്നുണ്ട്. 90കളിൽ റോബിൻ ഹാൻസൺ എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ഇത് ഫലപ്രദമായി അവതരിപ്പിച്ചത്. അതാണ് ദ ഗ്രേറ്റ് ഫിൽറ്റർ. ആശയം ഇതാണ്: ജീവനില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഗാലക്സി മുഴുവൻ വ്യാപിക്കുന്ന ഒരു സിവിലൈസേഷനിലേക്കുള്ള നീണ്ട യാത്രയിൽ എവിടെയോ ഒരു വലിയ മതിലുണ്ട്, മറികടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കടമ്പ. അതാണ് ഗ്രേറ്റ് ഫിൽറ്റർ. ഇത് ലൈനപ്പിലെ വെറും ഒരു ഡൗട്ട് മാത്രമല്ല, ഇതെല്ലാത്തിനും പിന്നിലുള്ളൊരു കാരണമാണ്. ഗാലക്സി ഇത്രയും സൈലൻ്റ് ആയിട്ട് ഇരിക്കാനുള്ള കാരണം ഇതാണ്. അതായത് സിവിലൈസേഷൻസ് വ്യാപിക്കുന്നതിന് മുമ്പ് അവരെ തടഞ്ഞു നിർത്തുന്ന, നശിപ്പിക്കുന്ന ഒരു വാൾ. ഈ ആൻസർ എന്തുകൊണ്ടാണ് നമുക്ക് പരിഗണിക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. ഏത് സിറ്റുവേഷനിലാണ് ഈ ഒരു തടസ്സമുള്ളത് എന്നുള്ളത് പ്രധാനമല്ല. ഒരുപക്ഷെ ജീവൻ്റെ തുടക്കമായിരിക്കാം ആ ഫിൽറ്റർ. അത് സംഭവിച്ച അപൂർവം ചില സ്ഥലങ്ങളിൽ ഒന്നാകാം ഭൂമി. അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള കോശങ്ങളിലേക്കുള്ള മാറ്റമാകാം ഫിൽറ്റർ. ഒരുപക്ഷെ അത് നമ്മുടെ മുന്നിലുള്ള എന്തെങ്കിലുമൊക്കെ ആവാം. ഇതിലെന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ ആകാശം പ്രപഞ്ചം അക്ഷരാർത്ഥത്തിൽ സൈലൻ്റ് ആവും. ഒരൊറ്റ ആശയം, എല്ലാ തെളിവുകളും ഇത് കൃത്യമായിട്ട് യോജിക്കുന്നുണ്ട്. അതാണ് ഈ തിരിച്ചറിവിൻ്റെ നിമിഷം. ഒരു ഡിറ്റക്റ്റീവിൻ്റെ കസേരയിലേക്ക് ചാഞ്ഞിരുന്ന് നമുക്ക് സത്യം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഇത് അന്യഗ്രഹ ജീവികൾ എവിടെയോ ഒളിച്ചിരിക്കുന്നു എന്നതിനെക്കുറിച്ചല്ല, ആരും അതിജീവിക്കാത്തൊരു മരണം അതിനെക്കുറിച്ചാണ്. എവിടെയാണ് ആ മതിൽ എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്ന ചോദ്യം. കാരണം ആ ഗ്രേറ്റ് ഫിൽറ്റർ നമ്മുടെ പിന്നിലാണെങ്കിൽ ജീവൻ്റെ ഉത്ഭവമോ അല്ലെങ്കിൽ സങ്കീർണമായ കോശങ്ങളോ ആയിരുന്നു ആ ബുദ്ധിമുട്ടുള്ള പടിയെങ്കിൽ നമ്മളത് അതിജീവിച്ച് കഴിഞ്ഞു. നമുക്കിനി സമാധാനിക്കാം, നമ്മൾ വിജയിച്ചു, നമുക്ക് ലോട്ടറി അടിച്ചു. ആ മുന്നിലുള്ള നിശബ്ദത ശൂന്യമാകാൻ കാരണം മറ്റാരും നമ്മളെപ്പോലെ ഈ മതിൽ കടന്നെത്തിയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. സോ നമ്മൾ എത്തി. പക്ഷേ ഫിൽറ്റർ ഇനി വരാനിരിക്കുന്നതാണെങ്കിലോ? നമ്മൾ എത്തുന്നത് വരെ എത്തി, ഇങ്ങനെ സുഖസൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി തൊട്ടടുത്തുള്ള ഗ്രഹങ്ങളിലൊക്കെ പോയിട്ട് പെട്ടെന്ന് ആ സിവിലൈസേഷൻ ഇല്ലാതാകുന്ന ഒരു തടസ്സം ഉണ്ടെങ്കിലോ? അതൊരു ശൂന്യതയല്ല, അതൊരു മുന്നറിയിപ്പാണ്. ഞാൻ പറയുന്നത്, സപ്പോസ് കോടിക്കണക്കിന് പ്രകാശവർഷം അകലെയുള്ള ഒരു ഗ്രഹത്തിൽ നമ്മളെപ്പോലെയായി, നമ്മളെപ്പോലെ ജീവിച്ച് ജീവിതത്തിന് അർത്ഥമൊക്കെ കണ്ടെത്തി വിശ്വാസങ്ങളൊക്കെ ഉണ്ടാക്കി സയൻറ്റിഫിക് ടെമ്പറൊക്കെ ഉണ്ടായി അതിൻ്റെ തൊട്ടടുത്തുള്ള ഗ്രഹങ്ങളിലൊക്കെ കുടിയേറി പാർത്തിട്ട് എന്തോ ഒരു മതിൽ കാരണം അത് മൊത്തം ഇല്ലാതായിപ്പോയി. അങ്ങനെ പ്രപഞ്ചത്തിൽ ഒരുപാട് സിവിലൈസേഷൻ നമ്മളെപ്പോലെ ഉണ്ടായിട്ട് മുച്ചൂട് നശിച്ചു പോയതാണെങ്കിലോ? ഒരു നാഗരികതയ്ക്കും ആ മതിലിനെ മറികടക്കാൻ കഴിയില്ലെങ്കിലോ? ആണവയുദ്ധം, കാലാവസ്ഥാ വ്യതിയാനം, ആർട്ടിഫിഷ്യലായിട്ടുള്ള ദുരന്തങ്ങൾ, നിയന്ത്രണം വിട്ടുപോകുന്ന AI-യുടെ ബുദ്ധി, പരിസ്ഥിതി ഇല്ലാതാവുക, പ്രകൃതി വിഭവങ്ങൾ തീർന്നു പോവുക, ആർക്കും തടയാൻ കഴിയാത്ത വലിയ ഫ്ലഡ് ഉണ്ടാവുക, അല്ലെങ്കിൽ തൊട്ടടുത്തൊരു സൂപ്പർനോവ എക്സ്പ്ലോഷൻ ഉണ്ടാവുക, ഗാമാ റേ ബേഴ്സ്റ്റ് ഉണ്ടാവുക, പ്രതീക്ഷിക്കാത്ത സമയത്തൊരു ചിഹ്നഗ്രഹം വന്നിടിക്കുക. സോ ഫിൽറ്റർ ഇനിയും വരാനിരിക്കുകയാണെങ്കിൽ ആകാശത്തിലെ ഓരോ സൈലൻ്റ് ആയിട്ടുള്ള നക്ഷത്രങ്ങളും നമുക്ക് മുമ്പേ നടന്നുകൊണ്ടിരിക്കുന്ന അതേ മതിലിൽ ഇടിച്ചു തകർന്ന ഓരോ സിവിലൈസേഷൻസുള്ള പ്ലാനറ്റിനെ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓരോ പ്രകാശബിന്ദുവും ഓരോ ശവക്കല്ലറയായിരിക്കണം. അതുകൊണ്ട് നമ്മൾ ആൾറെഡി ആ ഫിൽറ്ററിനെ മറികടന്നോ എന്ന് നമുക്കറിയില്ല. സോ ചിലപ്പോൾ ഇതൊരു ഹൈപ്പോത്തിസിസ്, ഒരു ഊഹം മാത്രമായിരിക്കാം, പൂർണ്ണമായും തെളിയിക്കപ്പെട്ട വസ്തുതയല്ല. പക്ഷേ ഇതൊരു നല്ല സംശയമാണ്. സോ എൻറിക്കോ ഫെർമി ഒരു ഉച്ചഭക്ഷണ സമയത്തിരുന്ന് ഇത് ബാക്കിയുള്ളവരോട് സംസാരിച്ച് മനസ്സിലാക്കിയെടുത്ത് നമ്മളിപ്പോഴും അത് ചർച്ച ചെയ്യുന്നു. എല്ലാവരും എവിടെയാണ്? മുമ്പ് പലരും അത് പറഞ്ഞിരിക്കാം, പക്ഷേ അദ്ദേഹം പറഞ്ഞതാണ് എല്ലാവരും കേട്ടത്. ഇതുപോലെ തന്നെ സമൂഹത്തിൽ നമുക്ക് പല ഐഡിയാസും ഉണ്ടാവും. ഇതൊക്കെ ചിലപ്പോൾ പണ്ടത്തരായിരിക്കാം, ചിലപ്പോൾ സയൻറ്റിഫിക് ഡിസ്കവറീസ് ആയിരിക്കാം. പക്ഷേ അത് വളരെ കോൺഫിഡൻറ്റോടുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചത് കുറേ പേരെങ്കിലും ഈ ലാസ്റ്റ് വരെ കണ്ടിട്ടുണ്ടാവും.
അപ്പോൾ എൻ്റെ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം ശക്തമാക്കാനും ബാക്കിയുള്ളവരോടും സോഷ്യൽ മീഡിയയിലൊക്കെ അടിപൊളിയായിട്ട് സംസാരിക്കാനും ഒക്കെ സ്പീക്ക് വിത്ത് കോൺഫിഡൻസ് എന്ന് പറയുന്ന എൻ്റെ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തുടക്കം കിട്ടും. പിന്നീട് നമ്മളൊരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഒരു മെമ്പർഷിപ്പ് ബേസിൽ. അതിൽ നിങ്ങൾ മെമ്പർ ആവുകയാണെങ്കിൽ മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ സയൻസ് ചാനലായിട്ടുള്ള നമ്മുടെ JR സ്റ്റുഡിയോയുടെ ഒരു ആക്റ്റീവ് കമ്മ്യൂണിറ്റി മെമ്പറായിട്ട് തുടരാനും ഇതുപോലെയുള്ള പല കാര്യങ്ങളും, ബെഞ്ച് ഓഫ് കാര്യങ്ങൾ, നിങ്ങൾക്ക് അതിൽ ഉപയോഗമുള്ളത് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതൊക്കെ തന്നെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനുള്ളൊരു മന്ത്ലി മെമ്പർഷിപ്പ് ഓപ്പർച്യൂണിറ്റി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കതിൽ കയറി കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ സപ്പോർട്ടും വീഡിയോസ് അപ്ഡേറ്റുകളും ഈ കോൺഫറൻസ് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റും മറ്റൊരുപാട് കോഴ്സുകളുടെ അപ്ഡേറ്റും കിട്ടുന്ന ഒരു വളരെ പ്രീമിയം വെർഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റും. സോ ഇത് രണ്ടും നിങ്ങൾ പരിഗണിക്കുക. അതിൻ്റെ ഡീറ്റെയിൽസ് താഴെയുണ്ട്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ